ഹലോ നല്ല നമസ്കാരം. സെൻഡ് ഹെൽപ്പ്. അതിജീവനത്തിൻ്റെ പോരാട്ടവും അധികാരത്തിൻ്റെ അട്ടിമറിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ ത്രില്ലർ സിനിമകളുടെ ഇതിഹാസം സാം റൈമിയുടെ 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ തനതായിട്ടുള്ള ശൈലിയിലേക്ക് മടങ്ങിയെത്തിയ ചിത്രം സെൻഡ് ഹെൽപ്പ്. ഏകദേശം 25 വർഷത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആദ്യ R-rated ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലോകത്തിൻ്റെ അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തിൻ്റെയും അതിജീവനത്തോടുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തെയും ഭയത്തിൻ്റെയും ഹാസ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് സെൻഡ് ഹെൽപ്പ് എന്ന് പറയുന്ന ചിത്രം. കൃത്യമായിട്ടും ഇതിൻ്റെ ലിൻഡ ലിറ്റിൽ എന്ന കഠിനാധ്വാനിയായ ജീവനക്കാരിയും അവളുടെ അഹങ്കാരിയായ ബോസ് ബ്രെഡ്ലി ബ്രസ്റ്റും ഒരു വിമാനാപകടത്തെ തുടർന്ന് ഒരു വിജനമായിട്ടുള്ള ഒരു ദ്വീപിൽ ഒറ്റപ്പെടുകയാണ്. സിനിമയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്. ഓഫീസിൽ ലിൻഡയെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ബ്രെഡ്ലി ദ്വീപിലെത്തിയതുകൂടി അതിജീവനത്തിനായി ലിൻഡയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ലിൻഡയ്ക്ക് പണ്ട് മുതൽക്കേ ഒരു സർവേർ സ്കില്ല് എക്സ്ട്രാ ഉണ്ട്. അവിടെ അവൾക്ക് അധികാരം നൽകുകയാണ്. ഇതോടുകൂടി ഓഫീസിലെ ബോസ് ജീവനക്കാരി എന്ന ബന്ധം കീഴ്മേൽ മറിയുകയാണ്. ബോസും ആ ഒരു പോരാട്ടം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ കരുത്തെന്ന് പറയുന്ന സിനിമയിലെ പ്രധാന ഒരു റേച്ചൽ മാക്സ് ആഡംസിൻ്റെ ഗംഭീര പ്രകടനം. റേച്ചൽ മാക് ആഡംസ് ഒരു ഓഫീസിൽ ഒന്നുമല്ലാതെ അവളായിരുന്ന ലിൻഡയിൽ നിന്നും ദ്വീപിലെ ക്രൂരമായിട്ടുള്ള ബുദ്ധിയുള്ള അതിജീവിതയായിട്ടുള്ള ഒരു ചുവടുമാറ്റം ശരിക്കും അമ്പരപ്പിച്ചു. എനിക്കൊന്ന് മിസ്റ്ററി സിനിമയിലെ ഒരു അനി വിക്സിൻ്റെ അതേ കഥാപാത്രത്തെ അതേപോലെ പകർന്നാടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കിടിലം പെർഫോമൻസ്. ഡിലൻ ഒബ്രോയിൻ ഒരു പണക്കാരനായ ഒരു തൻപ്രമാണിയായ ബോസ് ആയി ഡിലൻ മികച്ച അഭിനയം കാഴ്ചവെച്ചു. സാഹചര്യങ്ങൾ മാറിയിട്ടും തൻ്റെ അധികാരം കൈവിടാൻ ആഗ്രഹിക്കാത്ത ബ്രെഡ്ലിയുടെ നിസ്സംഗതയും വില്ലൻ സ്വഭാവം അദ്ദേഹം മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ സാംറൈയുടെ ഒരു ശൈലി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈവിൾ ഡെത്ത് അല്ലെങ്കിൽ ഈവിൾ ഡെത്ത് കഴിയുന്നവർ കാണാൻ പറ്റുമെങ്കിൽ കാണണം. കിടിലൻ സിനിമയാണ്. കാരണം എനിക്ക് ഈവിൾ ഡെത്തോടു കൂടിയാണ് എനിക്ക് സാം റൈമിയെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡ്രാഗൺ മീ ടു ഹെൽ ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്നെ കാണാൻ കൂടുതൽ പ്രേരിപ്പിച്ചതിൻ്റെ പ്രധാനമായ കാരണം കൂടുതൽ സിനിമകളൊന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്ത സിനിമകൾ ക്ലാസ് സാധനമാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ കിടിലൻ ക്ലാസ് സാധനങ്ങൾ തന്നെയാണ്. ഈ 2 സിനിമയും കാണാൻ കഴിയുന്നവർ കാണുക. ആപ്പിൾ TV-യിലും ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സാം റൈമിയുടെ സംവിധാന ശൈലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളെ അതേപോലെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാന മികവ് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള ഒരുപാട് ക്യാമറ ആംഗിളുകൾ പെട്ടെന്നുള്ളൊരു സൂം ലോങ് ഷോട്ട് എടുത്ത് വയ്ക്കും. എന്നിട്ട് പെട്ടെന്ന് അതിനെ സൂം ചെയ്ത് പെട്ടെന്ന് അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ ഒരുമാതിരി ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്രെയിം വയ്ക്കുന്ന ഒരു രീതി, അതൊരു പ്രത്യേക ഡയറക്ഷൻ ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. കിടിലൻ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഡാർക്ക് ഹ്യൂമർ നമ്മുടെ ഈ സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിക്കും. അതോടൊപ്പം തന്നെ പേടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ചിരിപ്പിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ റെയ്മിയുടെ കഴിവ് ഈ സിനിമയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥ പറയുന്ന രീതി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈല് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയലൻസ് ഞാൻ പറഞ്ഞതുപോലെ R-rated ഇത് ഉള്ളത് കൊണ്ട് തന്നെ വയലൻസിന് ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെ കിട്ടില്ല. എന്താ പറയുക, കുറേ സാധനങ്ങളുണ്ട്. കാട്ടിൽ വച്ചുള്ള കുറേ കിടില സാധനങ്ങളുണ്ട്. വയലൻസിൻ്റെ ഹൈ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വയലൻസ് ഇഷ്ടപ്പെടുന്ന എന്നല്ല, ഒരു ജോണർ അല്ല എൻ്റെ ഇത്, എങ്കിൽ പോലും എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വയലൻസ്
പിന്നെ ഞാൻ ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഗംഭീരമായിട്ട് ആ കാട്ടിലെ കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡാനി എൽഫ്മാൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാരണം അദ്ദേഹം ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയുക, ഇതൊരു ഒരു ഭീതി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സങ്കടം വരുന്ന തമാശയുള്ള എല്ലാം കൂടെ ചേരുന്ന ഒരു സാധനമാണ്. അതിന് ഭയപ്പെടുത്തുന്നതിനും വയലൻസിനുമായിട്ട് ഒരു പ്രത്യേക പാറ്റേൺ തന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇതിൽ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയുടെ കാര്യത്തിൽ തായ്ലൻഡിലെ കിടിലം മനോഹരമായിട്ടുള്ള ലൊക്കേഷനുകളെ കിടിലമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഇതിനെ ക്യാമറയിൽ ഒപ്പിവെച്ചിട്ടുണ്ട്. അത് കിടിലം എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, സിനിമ വെറും 2 മണിക്കൂർ മാത്രമാണ്, 2 മണിക്കൂർ ഇല്ല, തികച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ 2 മണിക്കൂർ ഇല്ലെങ്കിൽ പോലും ഈ സിനിമയുടെ തുടക്കത്തിൽ ഓഫീസിലെ കുറേ സീനുകളൊക്കെ വെട്ടി ചുരുക്കിയിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആ ഒരു പിന്നെ ഓഫീസിലെ കുറേ സാധനങ്ങൾ ലാഗായിട്ട് തുടക്കത്തിൽ കുറേയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് പിന്നെ വെട്ടി ചുരുക്കിയെങ്കിൽ സ്വല്പം കൂടി ക്രിസ്പി ആകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ CG, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിലെ ആ ഒരു വിഷ്വൽ എഫക്റ്റുകൾ, മൃഗങ്ങളുമായിട്ടുള്ള ആ കാട്ടിലെ കുറേ രംഗങ്ങൾ അത്ര ഗംഭീരമല്ല. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ CG വർക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. അത് ഇത്തിരി കൂടി ഗംഭീരമാക്കിയിരുന്നെങ്കിൽ ഇത്തിരി കൂടി മനോഹരമാവുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കഥയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ആ ഒരു സാധനം, അതൊരു വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുവരെ കൊണ്ടുപോയി പിന്നെ എത്തിച്ചിട്ട് അവസാനം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമാണോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും. ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇതിനെ വെറുമൊരു എന്താ പറയുക, ഒരു അതിജീവനം എന്ന് വിളിക്കാൻ പറ്റില്ല, മറിച്ച് അതൊരു പവർ ഷിഫ്റ്റാണ്. ലിൻഡയുടെ സ്വഭാവത്തിൽ വരുന്ന ആ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവൾ അത് എത്രത്തോളം ആസ്വദിക്കുന്നു. അവളുടെ ആ ഒരു പിന്നെ മാറ്റം ഓഫീസിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഹീറോയിൽ നിന്നും വില്ലത്തിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ലൈമാക്സിലെ മനോഹരമായിട്ടുള്ള അവളുടെ ആ ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തൃപ്തി ഉണ്ടാകും, ചിലർക്കൊക്കെ തൃപ്തി ഇല്ലാതെയും വരാം. അതൊരു തർക്ക വിഷയമാണ്. കാരണം എന്താ പറയുക, അധികാരത്തോടുള്ള പിന്നെ ഇല്ലായ്മയിൽ നിന്നുള്ളവരുടെ അധികാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡ ആസ്വദിക്കുകയായിരുന്നോ അതോ അവൾ ആഗ്രഹിച്ചതായിരുന്നു എന്ന് ഉള്ള ഒരു സാധനം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമായിട്ട് പിന്നെ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ വയലൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലൻസും സൈക്കോളജിയും അതോ ഈവിൾ ഡെഡ് മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഹൈബ്രിഡ് സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഓഫീസിലെ മാനസികമായ പീഡനങ്ങൾ ദ്വീപിലെ ശാരീരിക പീഡനങ്ങളായി മാറുന്ന രീതി തികച്ചും സൈക്കോളജിക്കാണ്. അപ്പോൾ തന്നെയും സാം റൈമിൻ്റെ പണ്ടത്തെ സിനിമ ഈവിൾ ഡെത്ത് പോലുള്ള ആ ഒരു റോ റൈറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇതിന് രക്തവും രക്തച്ചൊരിച്ചിലിനും ഒരു കുറവുമില്ല. എന്നാൽ ഇതൊരു വയലൻസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഓരോ മുറിവിന് പിന്നിലും ലിൻഡയുടെ പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തീവ്രത ഉണ്ട് എന്ന് തന്നെ പറയാം. റേച്ചൽ മാക് ആഡംസിൻ്റെ വില്ലൻ പരിവേഷം, റേച്ചലിൻ്റെ കഥാപാത്രം പൂർണ്ണമായും ഒരു വില്ലത്തിയാണോ എന്ന് ചോദിച്ചാൽ അതിനെ ഒരു ആൻറ്റി ഹീറോ എന്ന് വിളിക്കാനാകും കൂടുതൽ ശരിയാവുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായുള്ള അവഗണനയും അപമാനവും അവളെ മാറ്റുകയാണ്. സാഹചര്യങ്ങളാണ് അവളെ ക്രൂരതയിലേക്ക് നയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആ ഒരു പിന്നെ പകുതിക്ക് ശേഷം അവൾ ഒരു പുതിയ അധികാരം ആസ്വദിക്കാൻ തുടങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ മിസ്റ്ററിയിലെ ആനി വിക്സിനെ പോലെ ഒരു ഇരട്ട വേട്ടക്കാരിയായിട്ട് മാറുകയാണ്. ഒരു ഭയാനകമായ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കിടിലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ സെൻഡ് ഹെൽപ്പ് എന്നത് കേവലം ഒരു അതിജീവന കഥയല്ല, മറിച്ച് അധികാരവും
പ്രതികാരവും മനുഷ്യൻ്റെ സഹന വാസനകളും തമ്മിലുള്ള ഒരു കിടിലം ഒരു കോമ്പിനേഷനാണ് എന്ന് തന്നെ ഞാൻ പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കൊണ്ടും ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ഇതിൻ്റെ തിരക്കഥ കൊണ്ടും ഒരു മനോഹരമായ സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഞാൻ 5-ൽ ഒരു 4 മാർക്ക് കണ്ണുമടച്ചു കൊടുക്കും. കാരണം ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഇതൊരു കിടിലം സംഭവമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലം സിനിമയാണ് സെൻഡ് ഹെൽപ്പ് എന്ന് പറയുന്നത്. താങ്ക് യു.